തുള്ളി വന്ന പെണ്ണില്ലേ ആ പെണ്ണിന്റെ അരിക്കുതു കല്യാണാണെന്നൊക്കെ പറഞ്ഞാണ് സാരിക്ക് പോയതാണ്. അവിടെ പാതിരായിട്ട് ഓളം മൈലാഞ്ചിരൽ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ ഭാര്യ ഒലക്കൊണ്ട് കുത്തല്. അതുകൊണ്ട് തൽക്കാലം കുത്തല് പരിപാടി ഇവിടെ വേണ്ടെന്ന് വെച്ച് കയ്യോട്ടിപ്പാട്ട് ഒപ്പനാക്കാന്ന് വിചാരിച്ചതിന് പകരം എല്ലാരും സാരി എന്തായാലും ചുറ്റണം പറഞ്ഞപ്പോൾ ഇമ്മാന്റെ അഞ്ചത്തിന്റെ പോയി കണ്ട് ആർക്കൊക്കെ സാരിക്ക് വാങ്ങി കൊടുത്തങ്ങളെ ചോദിച്ചപ്പോ പറയാം ആമാന്റെ കല്യാണ സാരിയാണെന്ന്. പിന്നെ ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ആർക്കൊക്കെ ചുരിദാറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താ ഇതെന്താ ആമി മൊയിലൊന്നും ചോദിക്കേണ്ട. ഉമ്മാന്റെ അഞ്ചത്തികളൊക്കെ നമ്മൾ ആമാന്ന് വിളിക്കുക. ഓരോ പിയാപ്പിളാര മൊയിലൂന്നും അത് ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. ഒരു രസം ആര് സാരിക്കാലും വേണ്ടില്ല പറഞ്ഞിട്ടാലും വേണ്ടില്ല. ഞാൻ ചോറുന്നാണ് അറിഞ്ഞത് അമ്മായി ബാക്കിലിരുന്നാണ് ചോറുന്നത്. ഒന്നും മെനയിക്കണോ നോക്കാൻ കണ്ണാടി തരുന്ന നോക്കിയപ്പോഴാണ് എല്ലാ കണ്ണാടിന്റെ മുന്നിൽ ഹൗസ്ഫുൾ ആണ്. ലൈറ്റ് സൗണ്ട് ഒക്കെ ആവശ്യമുള്ള ഒരു കല്യാണ പെണ്ണിനെ കോൺടാക്ട് ചെയ്താൽ മതിട്ടോ. കാരണം അതൊക്കെ ഉള്ള ഫ്രണ്ട്സ് ആണ്. എന്തോ ഒരു സ്നേഹ നോക്കില്ലേ. ലൈറ്റ് അടിച്ചോളെ കൈ അടിഞ്ഞിക്കണേ. എന്നാലും കുഴപ്പമില്ല. എന്റെ അഭിക്ക് 2 ഫോട്ടോ കിട്ടിട്ട് അറിഞ്ഞാണ് അവള് പിന്നെയും പിടിച്ചിക്കണേ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കല്യാണ പെണ്ണിന്റെ മേക്കപ്പ് ഞാൻ ചെയ്തതാട്ടോ. ശരിക്കും അവൾ അത്രക്ക് ഭംഗിയൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് മേക്കപ്പ് ഇട്ടെടുത്തപ്പോഴേ അവള് സുന്ദരിയായി. മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ അമ്മനെ കാത്തുന്നിട്ട് കാര്യമില്ല. നമ്മളെ ലൂക്കാക്ക് ഒറ്റക്ക് പാലൊക്കെ എടുത്ത് കുടിക്കണേ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണൊന്നും ഒക്കതെന്ന് ഇറങ്ങിയാലല്ലോ ഓനക്കൊന്ന് കയറാൻ പറ്റുള്ളൂ. എല്ലാ തള്ളാരും മക്കളെ ഫോണൊക്കെ കൊടുത്തുകൊണ്ട് ഒതുക്കിക്കണ ഒരു മൂലക്കല്ലേ. അല്ലെങ്കിൽ തള്ളാർക്കറിയാം എല്ലാരും സാരി പെണ്ണ് കൊളാക്കുന്നു. അങ്ങനെ അവസാനം അരിക്കുത്തിന് പകരം കയ്യൊട്ടിപ്പാട്ടൊക്കെ പാടിക്കാണ്ട് നമ്മളെ പുതുനാരി കണ്ട് ഇറങ്ങി. അതിന്റെ ബാക്കിൽ പിന്നെ ഒട്ടകങ്ങൾ വരിവരിയായി വരുന്ന മാതിരി ഞങ്ങളെല്ലാരും കണ്ട് ഇറങ്ങി. അപ്പോഴും ബാത്തുമ്മന്റെ ഒക്കെ തന്നെയാണ്. നമ്മുടെ ബാത്തുമ്മയും ലൂക്കാക്കി ഇല്ലാതെ പുതുനാരി എങ്ങനെയുണ്ട് ഇറങ്ങലില്ലേ. 4-5 ഫ്രണ്ട്സ് അങ്ങോട്ട് ചോദിച്ചാല് ബാക്കിയൊക്കെ എന്റെ കസിൻസ് ആട്ടാ. അപ്പൊ പെണ്ണുങ്ങളെ ചാകരയെന്ന്. ആ ചെറുതായിട്ട് ഒരു പെണ്ണുങ്ങളെ ചാകര തന്നെയാണ് ഇവിടെ. കാരണം വലിയമാക്കും 11 മക്കളുണ്ട്. ഇതിൽ മക്കളും പിന്നെ മക്കളും പിന്നെ എങ്ങനെ ഇപ്പൊ ചാകരാവാതിരിക്കല്ലേ. അങ്ങനെ ആദ്യം കുറച്ചുള്ളിൽ കയ്യൊട്ടിപ്പാട്ടൊക്കെ പാടി. പിന്നെ പെണ്ണുങ്ങളെ ചാകരായതുകൊണ്ട് നല്ല ചൂടെടുക്കല്ലേ. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ വിശാലമായ കാറ്റുണ്ടാവും. പിന്നെ പേടിക്കാനില്ലല്ലോ. അങ്ങനെ ഞങ്ങളെ വക കുറച്ച് ഒപ്പനും പാട്ടൊക്കെ ഉണ്ടായിക്കാണ്ട് ദിവസം അങ്ങോട്ട് പൊളിച്ചു. ഇതിന്റെ ഫുള്ള് വീഡിയോ വൈകാതെ യൂട്യൂബിൽ വരുന്നതാണ് കേട്ടോ. കുറച്ച് സമയം തരണം നിങ്ങൾ. ഞാനൊന്ന് എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ലൂക്കാക്കിൽ ഇതാത്തി അപ്പുറത്ത് വന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മളെ ഗിഫ്റ്റ് പൊട്ടിക്കൽ തന്നെ ലേറ്റ് ആയി പോണത്. അതെന്തായാലും ഞാൻ ഈ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴേ ഞാനങ്ങോട്ട് മാറി നോടുത്ത്. അല്ലാതെ എത്ര വെച്ചിട്ട് ഈ പെണ്ണിനെ ഒക്കെ വെച്ച് കണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുക. ആ പെണ്ണ് ആരൊപ്പന കളിച്ചാലും ഡാൻസ് കളിച്ചാലും വേണ്ടില്ല. എനിക്ക് ചങ്ങായിക്ക് ടെക്സ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവള് മൂലക്കൽ പോയി കണ്ട് മെസ്സേജ് അയക്കണം. പിന്നെ ഈ പെണ്ണ് ഞാൻ പാത്രം കേൾക്കുന്ന വീഡിയോ എന്തായാലും ഇടണിട്ട് അറിഞ്ഞാൽ കേക്ക് പാത്രം തന്നെ 14 കേൾക്കണം. പറഞ്ഞാൽ മറക്കണ്ട. അതിന്റെ ഫുൾ വ്ലോഗ് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ള ബൈ ബൈ, സീ യു.